പേര് കേട്ടാൽ പോലും 3 ലോകങ്ങളും പിടിച്ചു പറിക്കുന്ന മൂൺ സുപ്രീമായി ഞാൻ വെറുമൊരു പെണ്ണിന്റെ അടിമയായി കഴിയണമല്ലോ എന്ന് ഓർത്ത് അവൻ തലയിൽ കൈവയ്ക്കുന്നുണ്ട്. എന്തായാലും ഓർക്കിഡ് അവൾ വില്ലാൻ ട്രൈബിലെ അംഗമാണെന്നോ ഇങ്ങനൊരു ശാപം ആക്റ്റീവായിരിക്കുന്നതോ ഒന്നും അറിവില്ലാത്തത് കൊണ്ട് തൽക്കാലം ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് ഷങ്ഷെ അവനോട് പറയുന്നു. അവൾ ഡെസ്റ്റിനി ബുക്ക് ശരിയാക്കി കഴിഞ്ഞാൽ ചിടി ദേവത ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവരെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എൻ്റെ സൈന്യത്തെയും മോചിപ്പിക്കാം. അതിനുശേഷം എന്തെങ്കിലും വഴി കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്ന് അവന് സമാധാനിക്കുന്നു. ഓർക്കിഡ് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ പൂക്കളുടെ എണ്ണം പറയാൻ അവനവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. താൻ പറഞ്ഞത് കേട്ട് അവൻ രാവിലെ പൂക്കൾ എണ്ണുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഓർക്കിഡ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. നീ അല്ലാതെ ആരെങ്കിലും ഇതൊക്കെ സീരിയസ് ആയി എടുക്കുമോ എന്ന് അവൾ കളിയാക്കി ചോദിക്കുന്നു. നീ പറയുന്ന ഓരോ വാക്കും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്, അതുകൊണ്ട് ഇനി മുതൽ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ എന്ന് അവൻ പറയുന്നുണ്ട്. എൻ്റെ മാസ്റ്റർ അല്ലാതെ ആരും ഇന്നുവരെ എൻ്റെ വാക്കിന് വില നൽകിയിട്ടില്ല എന്നവൾ പറയുന്നുണ്ട്. ഡെസ്റ്റിനി ബുക്ക് ശരിയാക്കാൻ അവൻ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് വിശക്കുന്നു, വല്ലതും കഴിച്ചിട്ടാവാം എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു പറയാൻ നോക്കുന്നു. സൂര്യൻ ഉദിച്ച് ഉച്ചയിൽ കയറുന്നവരെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന നിന്നെപ്പോലെ ഒരു മടിച്ചിയെ ഞാൻ 3 ലോകങ്ങളിലും വേറെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ കഴിക്കാൻ വിടാതെ പിടിച്ചു നിർത്തി തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ വയറ്റിൽ നിന്ന് വിശപ്പിന്റെ വിളി കേൾക്കുന്നു. ഉടനെ തന്നെ അവന്റെ വയറ്റിൽ നിന്നും അതേ ശബ്ദം കേൾക്കുന്നു. ഓർക്കിഡ് വിചാരിച്ചത് അവനും വിശക്കുന്നുണ്ടെന്നാണ്. പിന്നെ അവൻ എതിർക്കാൻ നിൽക്കാതെ മര്യാദയ്ക്ക് പോയി അവൾക്കൊപ്പം ആഹാരം കഴിക്കാനിരിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവന്റെ പേരെന്താണ് എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൻ കഴിച്ചുകൊണ്ടിരുന്ന പാത്രമൊക്കെ താഴെ വെച്ച് വളരെ ഗാംഭീര്യത്തോടെ പേര് പറഞ്ഞു തുടങ്ങിയെങ്കിലും കൃത്യസമയത്ത് ഓർക്കിഡ് തുമ്മുന്നതിനാൽ അവന് ദേഷ്യം വന്ന് പകുതി പേരെ പറയുന്നുള്ളൂ. ദോങ്ഫാങ് ഷിങ്കാങ് എന്നതിന് പകരം ദോങ്ഫാങ് ഷിയാങ് എന്നാണ് അവൾ കേട്ടത്. നിന്റെ സർനെയും കേൾക്കുമ്പോൾ മരിച്ചുപോയ ദുഷ്ടനായ ആ ചെകുത്താനെയാണ് ഓർമ്മ വരുന്നത് എന്നവൾ പറയുന്നു. മരിച്ചുപോയതോ എന്ന് അവൻ ചോദിച്ചപ്പോൾ നിനക്കറിയില്ലേ, 30,000 വർഷങ്ങൾക്ക് മുമ്പ് അതിഭയങ്കരമായ യുദ്ധം നടന്നതും ദുഷ്ടനായി അവനെ കൊന്നതും ഒന്നും നീ പുസ്തകങ്ങളിൽ വായിച്ചിട്ടില്ലേ? നിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നിന്റെ പേരിട്ട് നീ അല്ലല്ലോ എന്നൊക്കെ അവൾ സഹതാപത്തോടെ പറയുന്നുണ്ട്. അവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഈ ബുദ്ധിയില്ലാത്തവളോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഡെസ്റ്റിനി ബുക്ക് റെഡിയാക്കുന്ന കാര്യം മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് വിചാരിച്ചവൻ സ്വയം നിയന്ത്രിക്കുന്നു. ഓർക്കിഡ് പക്ഷെ നിർത്താൻ ഭാവമില്ലാതെ പുസ്തകങ്ങളിൽ വായിച്ചറിഞ്ഞ അവന്റെ വികൃത രൂപത്തെക്കുറിച്ച് വിവരണം തുടരുന്നു. അവസാനം അവളുടെ വായടപ്പിക്കാൻ നിന്നെപ്പോലുള്ള ദേവതമാരെ എണ്ണയിലിട്ട് വറുത്തുകോരി കഴിക്കുന്നതാണ് അവന്റെ ഒറ്റ ഭക്ഷണം എന്ന് നിനക്കറിയാമോ എന്ന് അവൻ ചോദിക്കുന്നു. അതോടെ അവൾ മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇമ്മോർട്ടൽ എക്സാമിന് വേണ്ടി ഹിസ്റ്ററി പഠിക്കുന്ന കൂട്ടത്തിൽ മൂൺ സുപ്രീമിന് എതിരായുള്ള യുദ്ധത്തെക്കുറിച്ച് ഓർക്കിഡ് പഠിക്കുന്നുണ്ട്. ഗ്രീൻ ഹൗസിലെ കൂട്ടുകാരോട് യുദ്ധസമയത്തെ രംഗങ്ങൾ സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് ഉറക്കെ വിവരിച്ചുകൊണ്ടാണ് അവൾ പഠിക്കുന്നത്. മൂൺ സുപ്രീം യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് ദേവന്മാരുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. ജീവൻ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു എന്നൊക്കെ അവൾ തട്ടിവിടുന്നത് കേട്ട് മൂൺ സുപ്രീമിന് ശരിക്കും കലി കയറുന്നു. പുസ്തകം മാറ്റിവെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ് അവൻ അവളെ ഓടിച്ചു വിടുന്നു. അടുത്തതിന് നടക്കാൻ പോകുന്ന ഒരു ഫെസ്റ്റിവലിന് വേണ്ടി പേസ്ട്രി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അതിനായി അവൾ പോകുന്നു. അവനും കൂടെയുണ്ട്. അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മൂൺ സുപ്രീമായുള്ള യുദ്ധത്തിൽ വിജയിച്ചതിന്റെ വാർഷിക ആഘോഷമാണ് ഈ ഫെസ്റ്റിവൽ എന്നവൾ പറയുന്നത്. അവൻ ദേഷ്യം സഹിക്കാൻ വയ്യാതെ കയ്യിൽ നിന്ന് പാത്രം മുറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. അവൾ കരുതിയത് അവൻ സഹായിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ താഴെ വീണതാണെന്നാണ്. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവൾ അടുത്ത് നിന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ചൂട് പാത്രത്തിൽ കൈയിട്ട് അവളുടെ കൈ പൊള്ളുന്നു. അവന്റെയും കൈ ഒപ്പം പൊള്ളുന്നുണ്ട്. നിനക്ക് മര്യാദയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ അറിയില്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് അവൻ തന്നെ പാത്രത്തിൽ നിന്നൊരു പേസ്റ്റ് എടുത്ത് അവൾക്ക് കൊടുക്കുന്നു. പണി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഓർക്കിഡ് അതിന്റെ പുറത്തെന്തൊക്കെയോ ചിത്രപ്പണികൾ നടത്തുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞാണ് മൂൺ സുപ്രീമിന്റെ മുഖമാണ് അവൾ വരയ്ക്കുന്നതെന്നറിയുന്നത്. അത് വാങ്ങി നോക്കി അവന് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് അവൾ ഐസ്ക്രീം സ്റ്റിക്ക് പോലെയുള്ള ഒരു കമ്പെടുത്ത് ഇത് ചിടിദേവതയുടെ വാളാണ്, ഇതുകൊണ്ട് ഇങ്ങനെയാണ് മൂൺ സുപ്രീമിനെ കുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഓർക്കിഡ് പേസ്ട്രിയിൽ കുത്തിയിറക്കിയത്. അതോടെ അവന്റെ നിയന്ത്രണം വിടുന്നു. ദേഷ്യപ്പെട്ട് അവനെ ചുരുട്ടിക്കൂട്ടി എറിയുന്നു. ദേഷ്യം കാരണം അവന്റെ കണ്ണിൽ നിന്ന് തീയൊക്കെ പറക്കാൻ തുടങ്ങി. ഓർക്കിഡാകെ പേടിച്ചു പുറച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ സ്വയം നിയന്ത്രിച്ച് ചിടിദേവത മൂൺ സുപ്രീമിനെ പരാജയപ്പെടുത്തിയിട്ടില്ല. അവർ സ്വന്തം ശരീരത്തിലാണ് വാൾ കുത്തിയിറക്കിയത് എന്നവൻ പറയുന്നു. അത് നിനക്കെങ്ങനെ അറിയാം? നിനക്ക് യുദ്ധത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്നല്ലേ നേരത്തെ പറഞ്ഞത്? ഇത്ര ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെ അറിഞ്ഞുവെന്ന് അവൾ ചോദിക്കുന്നു. ഇതത്ര ചെറിയ കാര്യമാണെന്ന് ചോദിച്ചവൻ ദേഷ്യപ്പെടാൻ തുടങ്ങിയെങ്കിലും പിന്നീട് നീ അകത്തേക്ക് പോയ സമയത്ത് ഞാൻ നിന്റെ പുസ്തകങ്ങൾ പരിശോധിച്ചിരുന്നു, അപ്പോൾ വായിച്ച് മനസ്സിലാക്കിയതാണെന്ന് അവൻ പറയുന്നു. പുസ്തകങ്ങളുടെ ഇടയിൽ ഒരു കീറിയ ചിത്രം കണ്ടല്ലോ, അത് ആരുടേതാണ് എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ചിത്രം ഷെങ്ഹാങ്ങിൻ്റെതായിരുന്നതിനാൽ അവൾ മറുപടി പറയാതെ ഞാനൊരു കാര്യം ചെയ്യാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഡെസ്റ്റിനി ബുക്ക് ഇതുവരെ അവൾ ശരിയാക്കിയില്ലല്ലോ എന്ന് അവന് ഓർമ്മ വന്നത്. അന്നത്തെ ദിവസം മുഴുവനും അവൾ അങ്ങനെ അതും ഇതും ചെയ്ത് കളഞ്ഞതല്ലാതെ ബുക്ക് ശരിയാക്കുന്നില്ല. എൻ്റെ ഒരു ദിവസം മുഴുവൻ വേസ്റ്റായി പോയി, ഇങ്ങനെ പോയാൽ ശരിയാകില്ല. ഇങ്ങനെ ഒരു ശാപം ഞങ്ങൾക്കിടയിലുണ്ടെന്ന് അറിയാതിരുന്നിട്ട് പോലും ഞാൻ ഇവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നു പോവുകയാണ്. അപ്പോൾ പിന്നെ അവൾ അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവളുടെ അടിമയായിരിക്കും എന്ന് തന്നെ പറയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ശാപം ബ്രേക്ക് ചെയ്യാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റും. അതിന് സഹായിക്കുന്ന ഹാർട്ട് ഹിഡൻ ഹെയർ പിൻ മോഷ്ടിച്ചുകൊണ്ട് വരാൻ അവൻ ഷാങ്ഷയോട് പറയുന്നു. ശാപം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവളെ കൊല്ലും എന്നും അവൻ പറയുന്നുണ്ട്. ഓർക്കിഡിന് മൂൺ സുപ്രീമിനോട് മനസ്സിൽ ഒരു സോഫ്റ്റ് കോർണറൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. സ്വന്തം കാര്യം പറയുമ്പോൾ ഇച്ചിരി അഹങ്കാരം ഉണ്ടെങ്കിലും അവൻ ആൾ പാവമാണെന്ന് തോന്നുന്നു എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. അവൻ അടുത്ത ദിവസം രാവിലെ തന്നെ അവളെ കൊണ്ട് ഡെസ്റ്റിനി ബുക്ക് റിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ കുറച്ച് ശ്രമിച്ചപ്പോൾ തന്നെ അവൾ ആകെ ക്ഷീണിക്കുന്നുണ്ട്. അവളുടെ ക്ഷീണം അവനും ഫീൽ ചെയ്യുന്നതിനാൽ അവൾക്ക് ശരിക്കും സുഖമില്ല എന്ന് അവന് മനസ്സിലാകുന്നുണ്ട്.
പക്ഷെ അപ്പോഴേക്കും അവൾ ബോധം നഷ്ടപ്പെട്ട് വീണിരുന്നു. അവൻ അവളെ വിളിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നില്ല. അവസാനം അവൻ ഷാങ്ഷയെ വിളിക്കുന്നുണ്ട്. അവന് കുറച്ചൊക്കെ വൈദ്യശാസ്ത്രം അറിയാവുന്നതിനാൽ അവളെ പരിശോധിച്ച ശേഷം അടുത്തിടെയായി അവൾ എനർജി ഒരുപാട് ഉപയോഗിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഹാവോദിയൻ ടവറിനുള്ളിൽ വെച്ചായിരിക്കണം അവൾക്ക് കൂടുതൽ എനർജി ഉപയോഗിക്കേണ്ടി വന്നത്. പോരാതിന് ഇപ്പോൾ ഡെസ്റ്റിനി ബുക്ക് ശരിയാക്കാൻ വേണ്ടി കുറേയധികം എനർജി ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അവളുടെ ആരോഗ്യം വീണ്ടെടുക്കാതെ ഈ ബുക്ക് ശരിയാക്കാൻ കഴിയില്ല എന്നവൻ അറിയിക്കുന്നു. അവൾ ആരോഗ്യം വീണ്ടെടുക്കാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വന്നേക്കുമെന്ന് കേട്ടപ്പോൾ മൂൺ സുപ്രീം ആകെ അസ്വസ്ഥനാകുന്നുണ്ട്. അത്രയും നാൾ ക്ഷമയോടെ കാത്തിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഷെങ്ഹാങ് ഈ സമയം ഓർക്കിഡിന് വേണ്ടി ഏതോ മരുന്നുണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവന്റെ ശക്തിയുടെ നല്ലൊരു ഭാഗം അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നതിനാൽ അവന്റെ ജോലിക്കാരൻ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. റോങ്ങും അവിടെ ഉണ്ടായിരുന്നു. അവൻ ജോലിക്കാരനെ എന്തോ പറഞ്ഞ് അവിടെ നിന്ന് സൂത്രത്തിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. 500 വർഷങ്ങൾക്ക് മുമ്പ് ഷെങ്ഹാങ്ങിന് ഒരിക്കൽ മാരകമായി മുറിവേറ്റ സമയത്ത് ഓർക്കിഡ് അവനെ സഹായിച്ചിട്ടുണ്ട്. അവൾക്ക് പക്ഷേ അവൻ ആരാണെന്നോ അവന്റെ പേരെന്താണെന്നോ ഒന്നും ആ സമയത്ത് അറിയില്ലായിരുന്നു. അന്ന് അവന്റെ കയ്യിലെ മുറിവിൽ അവൾ കെട്ടിക്കൊടുത്തതാണ് ഇപ്പോഴും അവൻ സൂക്ഷിക്കുന്ന കർച്ചീഫ്. അവന് അവളോടൊരു പ്രത്യേക ഇഷ്ടവുമുണ്ട്. മൂൺ സുപ്രീം ഈ സമയം ഷെങ്ഷയെ തടയാൻ ശ്രമിച്ചിട്ടും ഓർക്കിഡിന്റെ സഹായമില്ലാതെ ഡെസ്റ്റിനി ബുക്ക് റിപ്പയർ ചെയ്യാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. പക്ഷേ കുറെ ശ്രമിച്ചിട്ടും അവനൊന്നും കഴിയുന്നില്ല. ആർബിറ്റർ എവിടെയാണ് എന്ന് ഒരു അറിവില്ലാത്ത സ്ഥിതിക്ക് ബുക്ക് റിപ്പയർ ചെയ്യാൻ ഓർക്കിഡിന്റെ ആരോഗ്യം വീണ്ടെടുക്കുക എന്ന ഒറ്റ വഴിയേ മുന്നിലുള്ളൂ എന്ന് ഷെങ്ഷെ വീണ്ടും അവനോട് പറയുന്നു. അവസാനം അതിന് ശ്രമിക്കാമെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഷെങ്ഷയ്ക്ക് അവിടെ സ്ഥിരമായി നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഓർക്കിഡിനെ ശുശ്രൂഷിക്കേണ്ട ചുമതല അദ്ദേഹം തന്നെ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് അവൻ ഓർമ്മിപ്പിക്കുന്നു. ഒരു ചെടിയെ പരിപാലിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ അതിന് തയ്യാറാകുന്നുണ്ട്. വുലൻ വംശത്തെക്കുറിച്ചുള്ള ബുക്കിൽ ഓർക്കിഡിന്റെ ശുശ്രൂഷകളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി അത് വായിക്കുന്നു. അധികം തണുപ്പില്ലാത്ത അന്തരീക്ഷമാണ് നല്ലത്. സൂര്യന്റെ ആദ്യ പ്രകാശകിരണങ്ങൾ ഏൽക്കുന്നത് വളരെ നല്ലതാണ്. രാവിലെ 5 മണി മുതൽ 7 മണി വരെയുള്ള സമയത്തിനിടയിൽ ഉള്ള മഞ്ഞുതുള്ളികൾ ശേഖരിച്ച് ആ വെള്ളം കുടിക്കുന്ന ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കും എന്നിങ്ങനെ പലതും അതിൽ എഴുതിയിരുന്നു. ഞാൻ വെളുപ്പാൻകാലത്ത് അവൾക്ക് വേണ്ടി മഞ്ഞുതുള്ളികൾ ശേഖരിക്കണം, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മൂൺ സുപ്രീം ബുക്കും വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഡെസ്റ്റിനി ബുക്ക് ശരിയാക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ലാന്ന് പറഞ്ഞ് ഷെങ്ഷെ പുറകെ ചെന്നപ്പോൾ ഡെസ്റ്റിനി ബുക്കും ഈ ശാപവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ അവളെ കൊന്നേനെ എന്നവൻ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ഷെങ്ഹാങ് ഈ സമയം ഓർക്കിഡിന് നൽകാനുള്ള മരുന്ന് റെഡിയാക്കി കഴിഞ്ഞിരുന്നു. പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും മൂൺ സുപ്രീം അടുത്ത ദിവസം വെളുപ്പിനെ തന്നെ അടുത്തുള്ള വനത്തിൽ പോയി ഓർക്കിഡിന് വേണ്ടി മഞ്ഞുതുള്ളികൾ ശേഖരിക്കാൻ തുടങ്ങുന്നു. രാവിലെ ഉണർന്നതിനേറ്റ് ഓർക്കിഡ് ശല്യപ്പെടുത്താൻ അവൻ വരാത്തത് കൊണ്ട് തന്നെ അവനെ അവിടെ എല്ലാം തിരയുന്നുണ്ട്. പാത്രം കൈമാറി പിടിച്ചും അവസാനം പാത്രം അവിടെ വെച്ചിട്ട് താഴെ കുത്തിയിരുന്നുമൊക്കെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് അവൻ. മണിക്കൂറുകളോളം അവന്റെ ഇരിപ്പ് കണ്ട ഒരു കുഞ്ഞു പൂമ്പാറ്റ അവനെ കളിയാക്കിക്കൊണ്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ദേഷ്യപ്പെട്ട് നോക്കി അവന്റെ കണ്ണിൽ തീ പറക്കുന്ന കണ്ട് അത് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. കാത്തിരുന്ന് മടുത്ത് അവനെ അവസാനം അവിടെ കിടക്കുന്നു. ഡെസ്റ്റിനി ബുക്ക് ശരിയായി ഈ ശാപവും മാറിക്കഴിഞ്ഞാൽ ഞാൻ അവളെ കൊല്ലും, അവളുടെ ഗ്രീൻ ഹൗസ് നശിപ്പിക്കും, ദേവലോകം മുഴുവൻ നശിപ്പിക്കും എന്നൊക്കെ അവൻ ദേഷ്യത്തിൽ പിറുപിറുക്കുന്നുണ്ട്. ഷെങ്ഹാങ് മരുന്ന് ഓർക്കിഡിന് നൽകാൻ പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ചക്രവർത്തി അത്യാവശ്യമായി അവനെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് ജോലിക്കാരൻ അറിയിക്കുന്നത്. പിന്നെ വന്ന് കണ്ടോളാം എന്നവൻ പറഞ്ഞെങ്കിലും അത് പറ്റില്ല, ഇപ്പോൾ തന്നെ ചെല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ജോലിക്കാരൻ പറയുന്നതിനാൽ അവൻ അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നു. ഓർക്കിഡ് ഈ സമയം മുഴുവൻ മൂൺ സുപ്രീമിനെ തിരയുകയായിരുന്നു. ആർബിറ്റർ ഹാൾ മുഴുവൻ തിരഞ്ഞിട്ട് മോനെ കാണാതായപ്പോൾ അവൻ ഇത് എവിടെ പോയി, ഇവിടെ നിന്ന് പോയതായിരിക്കുമെന്ന് അവൾ ചിന്തിക്കുന്നു. അവിടം വിട്ട് പോയി കാണുമെന്ന ചിന്ത അവളെ ഹാപ്പിയാക്കുന്നുണ്ട്. ഓർക്കിഡ് കൂട്ടുകാരെ വിളിച്ചു വരുത്തിയ സന്തോഷ വാർത്ത അറിയിക്കുന്നു. അതെന്തായാലും നന്നായി. ഒരു കുറ്റവാളിയെ അവനെ ഒളിപ്പിച്ചതിന്റെ പേരിൽ നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ എല്ലാവരും എന്നവർ പറയുന്നു. ഈ സമയം മൂൺ സുപ്രീം അവിടെ തിരിച്ചെത്തുന്നുണ്ട്. പക്ഷെ അവൻ വന്നത് അറിയാതെ സംസാരം തുടരുന്നു. അവൻ വന്ന ദിവസം മുതൽ മാസ്റ്റർ കാര്യം അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നാലോചിച്ച് എനിക്കൊരു സമാധാനവുമില്ലായിരുന്നു. അവൻ പോയതെന്തായാലും നന്നായി എന്ന് പറഞ്ഞ് ഓർക്കിഡ് ആശ്വസിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൾ അവനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. മാസ്റ്റർ ഇവിടെ നിന്ന് പോയിട്ട് 1000 വർഷങ്ങളെ ആയിട്ടുള്ളൂ, എന്നിട്ടും എനിക്ക് എന്തൊരു ഏകാന്തതയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ ടവറിനുള്ളിൽ ഒരു പുൽനാമ്പ് പോലും ഇല്ലാതെ തനിച്ച് കഴിയുന്ന അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ എത്ര നാൾ അതിനുള്ളിൽ തനിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും? ഇനിയും എത്ര നാൾ തനിച്ച് കഴിയേണ്ടി വരുമെന്നൊക്കെ അവനെക്കുറിച്ച് ഓർത്തവൾ സഹതപിക്കുന്നു. ഒരു ക്രിമിനലായി അവനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ലെന്ന് കൂട്ടുകാർ പറഞ്ഞപ്പോൾ അവൻ അത്ര ദുഷ്ടനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നും ആയില്ലെങ്കിലും ഒരു ഗുഡ് ബൈ എങ്കിലും പറയാതെ അവൻ പോയത് തീരെ ശരിയായില്ല എന്നവൾ വിഷമത്തോടെ പറയുന്നു. ഓർക്കിഡ് തന്നെക്കുറിച്ച് നല്ല രീതിയിൽ പറയുന്നത് മൂൺ സുപ്രീമിന്റെ മനസ്സ് നിളക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, എല്ലാം നല്ലതിന് നടന്ന് വിചാരിക്കാം. അവൻ പെട്ടെന്ന് പോയതിന്റെ വിഷമം തീർക്കാൻ കൂട്ടുകാരോട് കുറച്ചു നേരം കൂടി സംസാരിച്ചിരിക്കാൻ അവൾ ആവശ്യപ്പെട്ടെങ്കിലും ഞങ്ങൾക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് അവരെല്ലാം സ്ഥലം വിടുന്നു. ഞാൻ പിന്നെയും ഒറ്റയ്ക്കായി എന്ന് പറഞ്ഞ് അവൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് പാത്രത്തിലെ വെള്ളം അവൾക്ക് നീട്ടിയത്. പോയി എന്ന് കരുതി അവനെ പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോൾ ഓർക്കിഡ് ശരിക്കും ഹാപ്പിയാകുന്നുണ്ട്. തൻ്റെ ആരോഗ്യത്തിന് നല്ലതായതിനാൽ തനിക്ക് വേണ്ടി മഞ്ഞുതുള്ളികൾ ശേഖരിക്കാനാണ് അവൻ ഇത്രയും സമയം പോയിരുന്നതെന്ന അറിവ് അവളുടെ ഹൃദയത്തിൽ തുറന്നു. നീ എന്തിനാണ് എന്നോട് ഇത്ര നല്ല രീതിയിൽ പെരുമാറുന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ ആവശ്യമില്ലാത്തതൊന്നും നീ അറിയണ്ട, വേഗം ഇത് കുടിച്ചു തീർക്കാൻ അവൻ പറയുന്നു. അവൾ പിന്നെ ഒന്നും ചോദിക്കാതെ അത് കുടിക്കാൻ തുടങ്ങുന്നു. പക്ഷെ അത് നല്ല തണുപ്പായിരുന്നതിനാൽ എൻ്റെ ഇമ്മോർട്ടൽ വേര് വീക്ക് ആയതുകൊണ്ട് തന്നെ എനിക്കധികം തണുത്ത വെള്ളം കുടിക്കാൻ കഴിയില്ല, ചൂടുവെള്ളം മാത്രമാണ് ഞാൻ കുടിക്കാറുള്ളത് എന്നവൾ പറയുന്നു. അവളെ അത് കുടിപ്പിക്കാൻ വേണ്ടി അവൻ പാത്രം കയ്യിൽ വാങ്ങി തന്റെ ശക്തി ഉപയോഗിച്ച് അതിലെ വെള്ളം ചൂടാക്കി തിരികെ നിൽക്കുന്നു. അതിൽ നിന്ന് വീണ്ടും വെള്ളം കുടിക്കാൻ തുടങ്ങിയ ഓർക്കിഡിന് ചൂട് കൂടുതലായത് കാരണം അത് കുടിക്കാൻ കഴിയുന്നില്ല. തണുപ്പും ചൂടും ഒന്നും എനിക്ക് പറ്റില്ല, നിനക്ക് പിന്നെ എന്താണ് വേണ്ടതെന്ന് ചോദിച്ച്
അവൻ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അവസാനം അവളുടെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങി ഊതി തണുപ്പിച്ച് ഇപ്പോൾ ഇത് ചൂടുമല്ല തണുപ്പുമല്ല കുടിക്കാവുന്ന വിധത്തിലാണെന്ന് പറഞ്ഞ് തിരികെ നൽകുന്നു. ഓർക്കിഡ് സന്തോഷത്തോടെ അത് കുടിക്കാൻ തുടങ്ങിയെങ്കിലും നീ ഇത്ര കഷ്ടപ്പെട്ട് ശേഖരിച്ചത് ഇങ്ങനെ നിസ്സാരമായി കുടിക്കുന്നത് ശരിയല്ല. ടേസ്റ്റ് കൂട്ടാൻ ഇതിൽ കുറച്ച് തേൻ ചേർക്കുന്നത് നന്നായിരിക്കും. ഞാനിപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പാത്രം അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നു. അപ്പോഴേക്കും അവൻ്റെ ക്ഷമ നശിച്ചിരുന്നു. അവൻ അതെടുത്ത് എറിയാൻ തുടങ്ങിയെങ്കിലും പെട്ടെന്ന് തിരികെ പിടിക്കുന്നുണ്ട്. ഷെങ്ഹാങ്ങിന് ആരോടോ ഇഷ്ടമുണ്ട് എന്ന് അവൻ്റെ സഹോദരനായ ചക്രവർത്തി മനസ്സിലാക്കിയിരുന്നു. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് അത്യാവശ്യമായി അദ്ദേഹം അവനെ വിളിപ്പിച്ചത്. ഷെങ്ഹാങ് അവൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്ന സീഷൻ ദേവതയെ കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവളുമായുള്ള വിവാഹ നിശ്ചയം ബ്രേക്ക് ചെയ്ത് അവൻ ഇഷ്ടമുള്ള ആളിനൊപ്പം ജീവിക്കാനാണ് എന്ന് ചക്രവർത്തി മനസ്സിലാക്കിയിരുന്നു. അവന് നഷ്ടപ്പെട്ടു പോയ ആ കർച്ചീഫും അദ്ദേഹത്തിന്റെ കൈവശം കിട്ടിയിരുന്നു. അത് അവനെ കാണിച്ചുകൊണ്ട് അദ്ദേഹം അവനെ ചോദ്യം ചെയ്തെങ്കിലും അങ്ങനെ ഇഷ്ടമുള്ള ആരും ഇല്ല എന്ന് അവൻ പറഞ്ഞ് എതിർക്കുന്നു. പക്ഷെ ചക്രവർത്തി ഓർക്കിഡിനെ കണ്ടുപിടിക്കുമെന്ന ഭയം കാരണം ഇനി വിവാഹ നിശ്ചയം മുടങ്ങുന്ന രീതിയിലൊന്നും ചെയ്യില്ല എന്ന് അവൻ ഉറപ്പ് കൊടുക്കുന്നു. അദ്ദേഹം കർച്ചീഫ് അവന് തിരികെ നീട്ടിയെങ്കിലും അവനത് വാങ്ങാൻ തുടങ്ങിയപ്പോൾ അതിൽ വീണ്ടും മുറുകെ പിടിച്ചിട്ട് വിധിയെ എതിർക്കുന്ന രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല, അതനുസരിക്കേണ്ടത് നിന്റെ കടമയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിട്ടാണ് അദ്ദേഹം അത് നൽകിയത്. ഓർക്കിഡ് ഈ സമയം കുറച്ച് ഔഷധങ്ങളും തേനും ഒക്കെ വെള്ളത്തിൽ ചേർത്തിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നോ എന്ന് ചോദിച്ച് അവൾ അവന് നീട്ടിയെങ്കിലും അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ ഞാൻ തന്നെ കുടിച്ചോളാമെന്ന് പറഞ്ഞ് അവൾ അത് മുഴുവൻ കുടിച്ചു തീർക്കുന്നുണ്ട്. അവളത് മുഴുവൻ കുടിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അവൻ അവിടെ നിന്ന് മാറിയത്. അവളെ സുരക്ഷിതമായി നോക്കിക്കോണമെന്ന് ഷെങ്ഷയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അവൻ ഇങ്ങോട്ടൊക്കെ പോയത്. തിരികെ എത്തിയ ഷെങ്ഹാങ് കുറച്ചു സമയം കർച്ചീഫിൽ നോക്കി ഓർക്കിഡിൻ്റെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്നുണ്ട്. ഇനിയും അത് കൂടെ കൊണ്ടു നടന്നാൽ അവൾക്ക് ആപത്തുണ്ടായേക്കുമെന്ന ചിന്ത കാരണം അവൾ നൽകിയ പൂവ് സൂക്ഷിച്ചിരുന്ന അതേ പെട്ടിയിൽ തന്നെ അവൻ അത് സൂക്ഷിച്ചു വെക്കുന്നു. ആ സമയത്ത് ഡാലിയൻ എന്ന ദേവത അവന് നൽകുവാനായി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ജോലിക്കാരൻ അവന് കുറച്ച് സ്വീറ്റ്സുമായി വന്നെങ്കിലും അത് വാങ്ങിയതിന് അവനെ കുറെ വഴക്ക് പറഞ്ഞിട്ട് തിരികെ കൊടുക്കാൻ പറഞ്ഞ് അവനെ തിരിച്ചയക്കുന്നു. കൂട്ടത്തിൽ ഓർക്കിഡിനായി ഉണ്ടാക്കിയ മരുന്നും ഇനി ഇതുകൊണ്ട് എനിക്ക് ഉപയോഗമില്ല എന്ന് പറഞ്ഞ് അവൻ ജോലിക്കാരനെ ഏൽപ്പിക്കുന്നുണ്ട്. പുറത്തു പോരുന്ന മൂൺ സുപ്രീം രാത്രിയായപ്പോഴാണ് മടങ്ങി വന്നത്. നീ ഇതുവരെ എവിടെയായിരുന്നു? ഭക്ഷണം ഞാൻ അടുക്കളയിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെ ഓർക്കിഡ് അവനെ കണ്ടപ്പോഴേ ഓടിച്ചെന്ന് പറയുന്നു. ചൂടുള്ള കാലാവസ്ഥയാണ് അവളുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് ബുക്കിൽ വായിച്ചറിഞ്ഞിരുന്നതിനാൽ നരകത്തിന് നടുവിലുള്ള സ്ഥലത്ത് മാത്രം ലഭിക്കുന്ന ഒരിക്കലും അണയാത്ത തീ സംഘടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവൻ പോയത്. അവനതൊരു പാത്രത്തിലാക്കി പകർന്നു വയ്ക്കുന്നുണ്ട്. തനിക്ക് വേണ്ടി അത് സംഘടിപ്പിച്ച ഈ അസുരന്മാർ പോലും പോകാൻ മടിയുന്ന സ്ഥലത്ത് അവൻ പോയി എന്നറിഞ്ഞപ്പോൾ ഓർക്കിഡിന്റെ മനസ്സിൽ അവനുള്ള സ്ഥാനം ഒന്നുകൂടി കൂടുന്നു. നീ എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ എന്നവൾ ചോദിക്കുന്നു. നിനക്ക് ആരെയാണ് ഇഷ്ടം എന്നുള്ളത് എൻ്റെ വിഷയമല്ല, പക്ഷെ നീ എൻ്റെ സ്വന്തമായിരിക്കും എന്നവൻ പറയുന്നു. അവൻ തന്നോട് ഭയങ്കര സ്നേഹമാണ് എന്ന് വിചാരിക്കുന്ന ഓർക്കിഡ് അവൻ്റെ സുരക്ഷയെ കരുതി നിനക്ക് വേഗം തന്നെ തെറ്റ് ഏറ്റുപറഞ്ഞ് കീഴടങ്ങിക്കൂടെ? അപ്പോൾ ശിക്ഷ വേഗം കഴിയുമല്ലോ, പിന്നെ നിനക്ക് സ്വതന്ത്രമായി ജീവിക്കാമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവനതിന് മറുപടിയൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. അന്ന് രാത്രി അവളുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് വീണ്ടും അവൻ ബുക്കിൽ തിരയുന്നു. ഉദയസൂര്യൻ്റെ ആദികരണങ്ങൾ അവളുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് അതിൽ എഴുതിയിരുന്നു. ഒരു ചെടി വളർത്താൻ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നവൻ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ആർബിറ്റർ ഹാൾ സ്ഥിതി ചെയ്യുന്ന വടക്ക് ഭാഗത്ത് ഒരു ഒഴിഞ്ഞ കോണിലായിരുന്നതിനാൽ ഉദയസൂര്യൻ്റെ ആദികരണങ്ങൾ അവിടെ ശരിക്കും ലഭിക്കുകയില്ല. അതുകൊണ്ടായിരിക്കണം ഓർക്കിഡ് ഇത്ര ദുർബലമായിരിക്കുന്നത് എന്നവന് തോന്നുന്നതിനാൽ ശരിക്കും സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുവേണ്ടി അവളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചെങ്കിലും നേരം വെളുക്കുന്നതിന് മുമ്പ് നീ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് എന്ന് ചോദിച്ച് അവൾ വീണ്ടും കിടന്നുറങ്ങുന്നു. അവസാനം അവൻ അവളെ ബലമായി പിടിച്ചുകൊണ്ടു പോകുന്നു. വളരെ ഉയരത്തിലുള്ള ഏതോ സ്ഥലത്തേക്കാണ് അവൻ അവളെ കൊണ്ടുപോയത്. ഓർക്കിഡ് പേടിച്ച് നിലവിളിച്ച് അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. സ്ഥലമെത്തി കഴിഞ്ഞപ്പോൾ അവൻ പിടിവിടുന്നു. ദേവലോക ചക്രവർത്തിയുടെ പവലിയനിലാണ് എന്ന് ഓർക്കിഡ് പിന്നീടാണ് അറിഞ്ഞത്. അനുവാദമില്ലാതെ അവിടെ കയറുന്നത് കുറ്റകരമായതുകൊണ്ട് തന്നെ അവൾ ആകെ പിടിച്ചു മുറിക്കാൻ തുടങ്ങുന്നു. ഞാനിവിടെ നോട്ട് രക്ഷപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഓടാൻ തുടങ്ങിയപ്പോഴാണ് കാവൽക്കാർ അവിടേക്ക് വന്നത്. അതോടെ അവൾ തിരിച്ച് അവൻ്റെ അടുത്തേക്ക് തന്നെ ഓടിച്ചെല്ലുന്നു. അവൻ പക്ഷെ ഒരു കുലുക്കവുമില്ലാതെ നിൽക്കുകയാണ്. ഓർക്കിഡ് നിവൃത്തിയില്ലാതെ മുട്ടുകുത്തിരുന്ന് കാവൽക്കാരോട് ക്ഷമ ചോദിക്കാൻ തുടങ്ങുന്നു. പക്ഷെ അവർ അടുത്തെത്തിയിട്ടും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നിൽക്കുന്ന കണ്ട് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് തങ്ങളെ അവർക്ക് കാണാനും കേൾക്കാനും കഴിയില്ല എന്ന് അവൾക്ക് മനസ്സിലായത്. ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്നവൾ അവനോട് ചോദിക്കുന്നുണ്ട്. പേടി മാറിയതോടെ അവൾ ഓടി നടന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാൻ തുടങ്ങുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായ സ്ഥലം കാണുന്നത് എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുമുണ്ട്. ഇവിടെ ഇപ്പോഴുള്ള കാവൽക്കാർക്ക് നമ്മളെ കാണാൻ കഴിയില്ലെങ്കിലും സീനിയർ റിമോട്ടിൽ ആരെങ്കിലും വന്നാൽ അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാമെന്ന് അവൾ അവനോട് പറയുന്നു. ആര് വന്നാലും ഞാൻ വേണമെന്ന് വിചാരിക്കാതെ അവർക്ക് എന്നെ കാണാൻ കഴിയില്ല എന്നവൻ പറഞ്ഞപ്പോൾ നിനക്ക് ഇത്രയൊക്കെ ശക്തിയുണ്ടോ? നിന്നെക്കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടില്ലല്ലോ എന്ന് അവൾ ചോദിക്കുന്നു. അപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു വരുന്നതിനാൽ അവൻ അവളോട് നേരെ നിൽക്കാൻ പറയുന്നു. അപ്പോഴാണ് സൂര്യോദയം കാണിക്കാൻ വേണ്ടിയാണ് അവൻ ഇത്രയും ബുദ്ധിമുട്ടി തന്നെ അവിടെ വരെ കൊണ്ടുവന്നത് എന്നവൾക്ക് മനസ്സിലാകുന്നത്. ഉച്ചവരെ കിടന്നുറങ്ങുന്ന നീ ആദ്യമായിട്ടായിരിക്കുമല്ലോ സൂര്യോദയം കാണുന്നത്, അതുകൊണ്ടാണ് നിനക്കൊട്ടും ആരോഗ്യമില്ലാത്തത് എന്നൊക്കെ അവൻ പറയുന്നു. ആ കളിയാക്കൽ ഓർക്കിഡിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. സൂര്യോദയം കാണാത്തത് കൊണ്ടൊന്നുമല്ല, ഇമ്മോർട്ടൽ വരെ നശിച്ചു പോയത് കൊണ്ടാണ് ഞാൻ ദുർബലയായിരിക്കുന്നത്. പിന്നെ രാവിലെ കാണുന്ന സൂര്യനെ പോലെ തന്നെയാണ് വൈകുന്നേരവും. രാവിലെ കാണുന്നതിന് പകരം ഞാൻ വൈകിട്ട് കാണും. രണ്ടും ഒരുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നു. മണ്ടത്തരം പറയാതെ നിന്ന് കാണാൻ അവൻ പറയുന്നതിനാൽ
അവൾ വായടച്ചു വെക്കുന്നു. അവിടെ നിന്ന് അവൾ സൂര്യപ്രകാശമേറ്റിക്കൊണ്ട് ആ കാഴ്ചകൾ ആസ്വദിക്കുന്നത് അവൻ അറിയാതെ നോക്കി നിന്ന് പോകുന്നുണ്ട്. നീ ഇത്രയ്ക്ക് ഹാപ്പിയാണോ എന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ സമ്മതിക്കുന്നു. എന്റെ ഐഡന്റിറ്റി വെച്ച് എനിക്ക് ഒരിക്കലും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള അവസരം കിട്ടുകയില്ല. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് അവൾ പറയുന്നു. ആ സമയത്താണ് ക്ലൗഡ് ബിൽ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിനെ അവൾ ആദ്യമായി കാണുകയായിരുന്നതിനാൽ ഓർക്കിഡ് ശരിക്കും ത്രില്ലടിക്കുന്നുണ്ട്. അവളുടെ സന്തോഷം കണ്ട് അവന്റെ മുഖത്ത് അറിയാതെ ചിരി വരുന്നു. ഓർക്കിഡ് അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടപ്പോഴാണ് അവന് അബദ്ധം മനസ്സിലായത്. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ചെറിയ ചമ്മലോടെ അവൻ തിരിയുന്നുണ്ട്. ഓർക്കിഡിന്റെ മനസ്സിൽ സന്തോഷം നിറയുന്ന അനുസരിച്ച് അവർ നിൽക്കുന്നതിനടുത്തുള്ള പൂക്കൾ വിടരുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ അവൻ ഓർക്കിഡിന് ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാം ചെയ്തിട്ടും ഓർക്കിഡിന്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പുരോഗതിയൊന്നും വന്നിട്ടില്ലാത്തതിനാൽ എന്തായിരിക്കും അതിന് കാരണമെന്ന് അവൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഗ്രീൻ ഹൗസിലെ പൂക്കളെല്ലാം വാടിക്കരിയുന്നത് അവൻ കണ്ടത്. അതിന്റെ കാരണം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചപ്പോഴേക്കും അവന്റെ വയറ്റിൽ അസഹനീയമായ വേദന അനുഭവപ്പെടാൻ തോന്നുന്നു. ശാപം ആക്റ്റീവായതിന് അടയാളവും അവന്റെ നെറ്റിയിൽ തെളിയുന്നു. ഓർക്കിഡിന് സുഖമില്ല എന്ന് മനസ്സിലാകുന്നതിനാൽ അവൻ എഴുന്നേറ്റ് അകത്തേക്ക് പോകുന്നുണ്ട്. ഓർക്കിഡ് വേദന കൊണ്ട് അകത്ത് കട്ടിൽ കിടന്ന് പുളയുകയായിരുന്നു അവൻ ചെല്ലുമ്പോൾ. ഇമ്മോർട്ടൽ വേര് ശരിയാക്കാനുള്ള മരുന്ന് കഴിച്ചതാണ് അവളുടെ വേദനയുടെ കാരണം എന്ന് അവിടെ ഇരിക്കുന്ന കാലിക്കുപ്പി കണ്ടപ്പോൾ അവന് മനസ്സിലാകുന്നു. നിന്റെ ശരീരത്തിന് ഇത് പറ്റില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാനിത് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. നീ എപ്പോഴാണ് ഇത് കൈക്കലാക്കിയതെന്ന് ചോദിച്ച് അവൻ അവളെ വഴക്ക് പറയുന്നു. വേദന മാറ്റാനായി അവളുടെ വയറ്റിൽ എന്തോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മരിക്കാൻ പോവുകയാണ് എന്നായിരുന്നു ഓർക്കിഡിന്റെ വിചാരം. ഇപ്പോഴേ മരിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നതല്ല. ഞാൻ മരിച്ചാൽ നീ തനിച്ചു പിന്നെ എന്ത് ചെയ്യും? അധികം ചുറ്റിക്കറങ്ങി നടക്കാതെ പോയി കുറ്റമേറ്റ് പറഞ്ഞ് മാപ്പ് ചോദിക്കണം. ഞാൻ കുറച്ച് പണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കഴിച്ചിട്ട് വേണം തിരികെ പോകാൻ എന്നൊക്കെ ഓർക്കിഡ് വിഷമത്തോടെ പറയുന്നു. ഇപ്പോൾ നീ എന്തായാലും മരിക്കില്ല, നിന്റെ വേദന ഞാൻ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവിടെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു. പക്ഷെ അവൾ എപ്പോഴും മൂഡ് ഓഫ് ആണ്, കരയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഫീൽ ചെയ്തതിനാൽ അതിന് കാരണം എന്താണെന്ന് അവൻ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നു. മാസ്റ്റർ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് സുഖമില്ലാതെ ഇരിക്കുമ്പോൾ മാസ്റ്റർ എനിക്ക് ഫ്ലവർ സൂപ്പ് ഉണ്ടാക്കി തരുമായിരുന്നു. എനിക്കിപ്പോൾ മാസ്റ്ററെ മിസ് ചെയ്യുന്നുവെന്ന് അവൾ വിഷമത്തോടെ പറയുന്നു. ഇപ്പോൾ നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. നീ വിഷമിച്ചാൽ എനിക്കും വിഷമമാകും. അതുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ നോക്കെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകുന്നു. പക്ഷെ അവൻ പുറത്തെത്തി കുറെ സമയം കഴിഞ്ഞിട്ടും ഒരു രക്ഷയുമില്ല. ഓർക്കിഡ് അപ്പോഴും ദുഃഖത്തിൽ തന്നെയാണ്. അവളുടെ അതേ ഫീലിങ്സ് അവന് അനുഭവപ്പെടുന്നതിനാൽ അവനാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഓർക്കിഡിന്റെ മാസ്റ്റർ മുമ്പ് സുഖമില്ലാത്തപ്പോൾ അടുത്ത് വന്നിരുന്ന് ഫ്ലവർ സൂപ്പ് കോരിത്തരാറുള്ളതൊക്കെ ഓർമ്മ വരുന്ന കരയുന്നുണ്ട്. അവനും ഒപ്പം വരുന്ന് കരയുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ മുറിക്കുള്ളിൽ പുക നിറഞ്ഞ് ശ്വാസം മുട്ടുന്നതിനാൽ ഓർക്കിഡ് എഴുന്നേറ്റ് പുറത്തേക്ക് ചെല്ലുന്നു. അവൻ റൂഫ് ടോപ്പിൽ ഇരുന്ന് എന്തോ പാചകം ചെയ്യുന്നത് കണ്ട് അവൾ അമ്പരക്കുന്നു. അടുത്ത് ചെന്നപ്പോഴാണ് അവൾക്ക് നൽകാൻ വേണ്ടി ഫ്ലവർ സൂപ്പ് ഉണ്ടാക്കുകയാണെന്ന് അറിയുന്നത്. അവൻ്റെ പാത്രത്തിലേക്ക് അതിൽ നിന്ന് കുറച്ച് പകർന്നു നൽകിയിട്ട് ഇത് കുടിച്ച് സമാധാനമായി കിടന്നുറങ്ങാൻ നോക്കും. ഇനിയും മാസ്റ്ററെ ഓർത്ത് കരയരുതെന്ന് പറയുന്നു. അവന്റെ ആത്മാർത്ഥമായ സ്നേഹം കണ്ട് ഓർക്കിഡ് ശരിക്കും അമ്പരക്കുന്നു. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ നീ ഇപ്പോൾ ഇത് ഉണ്ടാക്കിയത് എന്നവൾ ചോദിച്ചപ്പോൾ അവൻ സമ്മതിക്കുന്നു. അത് കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ ശരിക്കും സന്തോഷം നിറയുന്നു. അതോടെ ഗ്രീൻ ഹൗസിലെ വാടിക്കരിഞ്ഞ പൂക്കളെല്ലാം വീണ്ടും ജീവൻ വെച്ച് ഉണരുന്നു. അവനോട് നന്ദി പറയുന്ന കൂട്ടത്തിൽ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. നിന്റെ വിഷമം മാറിയിട്ട് നീ എന്താണ് കരയുന്നത് എന്നവൻ ചോദിച്ചപ്പോൾ വിഷമം വരുമ്പോൾ മാത്രമല്ല സന്തോഷം വരുമ്പോഴും ആൾക്കാർ കരയാറുണ്ട്, അത് നിനക്കറിയില്ലേ? ഹാവോദിയൻ ടവറിനുള്ളിൽ ഇത്രനാളും താമസിച്ചത് കൊണ്ട് നീ അതൊക്കെ മറന്നുപോയെന്ന് അവൾ ചോദിക്കുന്നു. എൻ്റെ ഫീലിങ്സ് വേര് നശിപ്പിച്ചത് എന്തായാലും നന്നായി എന്ന് അപ്പോൾ അവൻ വിചാരിക്കുന്നുണ്ട്. ഓർക്കിഡ് സന്തോഷത്തോടെ സൂപ്പ് കുടിക്കാൻ വായുടെ അടുത്തെത്തിച്ചപ്പോഴേ അവൾക്ക് ഡേഞ്ചർ അല്ലാതെ മടിക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ രൂക്ഷമായ നോട്ടം കണ്ടപ്പോൾ അവൾ ഒറ്റ വലിക്കത് മുഴുവൻ കുടിച്ചു തീർക്കുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയും കൂടി കുടിച്ചു തീർക്കാൻ അവൻ പറഞ്ഞെങ്കിലും എനിക്ക് തൽക്കാലം വയറ് നിറഞ്ഞു, ഉറക്കവും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ പതുക്കെ സ്ഥലം വിടുന്നു. അവൾ ഒറ്റ വലിക്കത് കുടിച്ചത് കണ്ട് എൻ്റെ കുക്കിംഗ് സ്കിൽ അത്ര മോശമല്ല എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് അവൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ വായിലേക്ക് തൊട്ടപ്പോൾ തന്നെ തുപ്പിക്കളഞ്ഞ് അവൻ വേഗം വേറെ എന്തോ വായിലെടുത്ത് കഴിക്കുന്നു. അവൾ ഇതെങ്ങനെ കുടിച്ചു എന്ന മട്ടിൽ അവൾ പോയിടത്തേക്ക് അവൻ നോക്കുന്നുണ്ട്. അവൾ തിരിച്ച് ഗ്രീൻ ഹൗസിലെടുത്തെത്തിയപ്പോൾ പൂക്കൾ വിടർന്നു നിൽക്കുന്നത് കണ്ട് അവളുടെ മനസ്സുമായി ആ പൂക്കൾക്ക് ബന്ധമുണ്ടെന്ന് അവന് മനസ്സിലാകുന്നു. അവളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ അവളുടെ ശരീരത്തെ കെയർ ചെയ്തിട്ട് കാര്യമില്ല, മനസ്സിനെ സന്തോഷിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് അവന് മനസ്സിലാകുന്നു. ഓർക്കിഡിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത ദിവസം തന്നെ മോൺ സുപ്രീം ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. അവൻ കുറ്റം ഏറ്റുപറഞ്ഞ് തിരികെ ഹാവോദിയൻ ടവറിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം എന്നവൾ പറഞ്ഞപ്പോൾ അത് മാത്രം നടക്കില്ല, മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ അവൻ പറയുന്നു. അതല്ലാതെ ഇമ്മോർട്ടൽ എക്സാം പാസ്സാവുക എന്ന ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് അവൾ പറഞ്ഞപ്പോൾ അഹങ്കാരികളായ ആ ദേവന്മാർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ പോകാൻ നിനക്കെത്ര ആഗ്രഹമാണോ? അതിനുവേണ്ടിയാണോ ഇന്നലെ നിന്റെ ജീവൻ പോലും അപകടപ്പെടുത്തി മരുന്ന് കഴിച്ചത് എന്ന് അവൻ പരിഹാസത്തോടെ ചോദിക്കുന്നു. എല്ലാ ദേവന്മാരും ഒരുപോലെയല്ല. പിന്നെ ഷെങ്ഹാങ്ങിന്റെ കൊട്ടാരത്തിൽ ജോലിക്ക് കയറാൻ ആഗ്രഹിക്കാത്ത ദേവതമാരില്ല. മാത്രമല്ല അദ്ദേഹം എൻ്റെ ജീവൻ രക്ഷിച്ച ആളാണ്, അതുകൊണ്ട് അതിന് പ്രത്യുപകാരം ചെയ്യാനായി അദ്ദേഹത്തെ സേവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൾ പറയുന്നു. അവൻ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ച് അവൻ കളിയാക്കിയപ്പോൾ 30,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന യുദ്ധത്തിന്റെ സമയത്ത് ഷെങ്ഹാങ് കുട്ടിയായിരുന്നു. അല്ലെങ്കിൽ മോൺ സുപ്രീമിനെ തോൽപ്പിക്കുന്നതൊന്നും അത്ര വലിയ പ്രശ്നമാകുമായിരുന്നില്ല. അദ്ദേഹം വളരെ ശക്തനാണ് എന്നൊക്കെ പറഞ്ഞ് ഓർക്കിഡ് മോൺ സുപ്രീമിനെ താഴ്ത്തിയും ഷെങ്ഹാങ്ങിനെ പുകഴ്ത്തിയും നിർത്താതെ പറയുകയാണ്. അവനാകെ ദേഷ്യം കയറുന്നുണ്ട്. ഷെങ്ഹാങ് മോൺ സുപ്രീമിന്റെ മുന്നിൽ ഒന്നുമല്ല എന്നവൻ പറഞ്ഞപ്പോൾ ആരാണ് കൂടുതൽ ശക്തൻ എന്ന് തെളിയിക്കാൻ ഇപ്പോൾ മോൺ സുപ്രീം ജീവിച്ചിരിപ്പില്ലല്ലോ, ഇനി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് അവൾ പറയുന്നു. അവളുടെ സംസാരത്തിൽ നിന്ന് അവൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ആൾ ഷെങ്ഹാങ് ആണെന്നും അവന് മനസ്സിലാകുന്നു. എനിക്ക് അദ്ദേഹത്തെയാണ് ഇഷ്ടം. നീ ടവറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ
ആദ്യം കണ്ടത് എന്നെ ആയതുകൊണ്ടാണ് നിനക്ക് ഞാൻ സ്പെഷ്യലാണെന്ന് തോന്നുന്നത്. ഈ ലോകത്ത് ഭംഗിയുള്ളതും കഴിവുള്ളതുമായ ഒരുപാട് ദേവതമാർ വേറെയുണ്ട്. അവരെ കണ്ടു കഴിയുമ്പോൾ ഞാൻ ഒട്ടും സ്പെഷ്യൽ അല്ല എന്ന് നിനക്ക് മനസ്സിലാകും. അതുകൊണ്ട് നീ വെറുതെ എൻ്റെ പുറകെ നടന്ന സമയം കളയരുത് എന്നവൾ പറയുന്നു. നിന്റെ അത്ര സ്പെഷ്യലായ വേറൊരാളും എനിക്ക് ഈ ലോകത്ത് വേറെയില്ല എന്നവൻ പറഞ്ഞപ്പോൾ, നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. എന്തായാലും ഞാൻ ഇഷ്ടപ്പെടുന്നത് നിന്നെയല്ല, അദ്ദേഹത്തെയാണ്. നിനക്ക് പകരം അദ്ദേഹമായിരുന്നു എൻ്റെ പുറകെ നടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ചിടി ദേവതയുടെ ഡെസ്റ്റിനി ബുക്ക് മോഷ്ടിച്ചു കൊണ്ടുപോയത് ഓർക്കിഡാണെന്ന് ദിയൈ ഇതിനകം കണ്ടെത്തിയിരുന്നു. അവൾ വിവരം ഹൈഷിയിൽ ഓടിഞ്ഞ് അറിയിക്കുന്നു. ഓർക്കിഡിനെ കൊന്ന് ബുക്ക് തിരികെ കൊണ്ടുവരാൻ അയാൾ ആദ്യം പറഞ്ഞെങ്കിലും ഷെങ്ഹാങ് ഇപ്പോൾ ദേവലോകത്തുള്ളത് കൊണ്ട് അവിടെ ഒരു കൊലപാതകം നടന്നാൽ അവൻ അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരിട്ട് ഇടപെടാതെ ദേവതമാർക്കുള്ള ഇമ്മോർട്ടൽ എക്സാം നടക്കുന്ന ദിവസം അതിനിടയിൽ സംഭവിക്കുന്ന രീതിയിൽ കൊന്നാൽ മതി എന്ന് അയാൾ പറയുന്നു. അതിനൊരു ഈവിൾ സ്പിരിറ്റിനെയും അയാൾ അവൾക്ക് നൽകുന്നു. ഓർക്കിഡ് അടുത്ത ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നപ്പോൾ ഷെങ്ഹാങ് അവളുടെ മുന്നിൽ ഇരിപ്പുണ്ട്. പ്രതീക്ഷിക്കാതെ അവനെ മുന്നിൽ കണ്ടപ്പോൾ അവൾ ആകെ ത്രില്ലടിക്കുന്നു. അവൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ച് ബഹുമാനത്തോടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ സ്വപ്നം കാണുകയാണെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. പിന്നീടാണ് മൂൺ സുപ്രീമാണതെന്ന് അവൾ അറിഞ്ഞത്. ഷെങ്ഹാങ് എപ്പോഴും കൂടെ ഉണ്ടാകണം എന്നാണ് ആഗ്രഹം എന്ന് തലേ ദിവസം അവൾ പറഞ്ഞതിനാൽ അവൻ ഷെങ്ഹാങ്ങിൻ്റെ രൂപം ധരിച്ച് അവളുടെ മുന്നിൽ എത്തിയതാണ്. വേഗം പഴയ രൂപത്തിലേക്കാകാൻ പറഞ്ഞ് ഓർക്കിഡ് അവനോട് ദേഷ്യപ്പെടുന്നു. നിനക്ക് പ്രണയത്തെക്കുറിച്ചൊന്നും അറിയില്ല. ഷെങ്ഹാങ്ങിൻ്റെ രൂപത്തിലുള്ള ആരെങ്കിലും അല്ല എനിക്ക് ആവശ്യം, യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തെ തന്നെയാണ് എന്നവൾ പറഞ്ഞപ്പോൾ, എങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, ഞാൻ പോയി അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവൻ അതിനായി പോകാൻ തുടങ്ങുന്നു. വെറുതെ അദ്ദേഹത്തെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞ് അവൾ അവനെ പിടിച്ചു നിർത്തുന്നു. നീ അദ്ദേഹത്തിന് മുന്നിലെങ്ങാനും ചെന്നപ്പെട്ടാൽ അദ്ദേഹം ഒരു വിരൽ കൊണ്ട് നിന്നെ തീർത്ത് കളയും എന്നും അവൾ ഉപദേശിക്കുന്നുണ്ട്. നിന്നോട് സംസാരിച്ച് വെറുതെ സമയം കളയാനില്ല എന്ന് പറഞ്ഞ് അവൾ ഇമ്മോർട്ടൽ എക്സാമിന് തയ്യാറെടുക്കാനായി പോകാൻ തുടങ്ങിയപ്പോൾ, നിന്റെ ബോഡി വളരെ വീക്കാണ്, അതുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യരുത് എന്നവൻ പറയുന്നു. 100 വർഷത്തിലൊരിക്കൽ മാത്രമാണ് എക്സാം നടത്തുന്നത്. എനിക്ക് ഈ അവസരം വിട്ടുകളയാൻ പറ്റില്ല, പാസ്സായേ പറ്റൂ, എന്നാൽ മാത്രമേ എനിക്ക് സന്തോഷമാകൂ എന്ന് അവൾ പറയുന്നു. സീനിയർ ഇമ്മോർട്ടലായ ലോർഡ് ലിവാന്റെ മകൾ ഡാലിയൻ എന്ന ദേവതയും ഇമ്മോർട്ടൽ എക്സാമിന് വേണ്ടിയുള്ള കഠിനമായ പരിശീലനത്തിലാണ്. പരിശീലനത്തിൽ ഇടയ്ക്ക് അവൾക്ക് പരിക്കേൽക്കുന്നുണ്ട്. ആ സമയത്ത് അവൾക്കരികിലൊക്കെ വന്ന അച്ഛൻ, നിനക്ക് ഇങ്ങനെ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് സ്റ്റാറ്റസ് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എൻ്റെ മകളായ നിനക്ക് ഇപ്പോൾ തന്നെ നല്ല സ്ഥാനമില്ലേ, പിന്നെ എന്തിനടുത്ത് നീ ഇത്ര കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ച് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഡാലിയൻ പക്ഷേ പിന്മാറാൻ തയ്യാറാകുന്നില്ല. അവൾക്ക് ഷെങ്ഹാങ്ങിനെ വളരെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഫൗണ്ടൻ പാലസിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവനെ കൊണ്ട് തിരിച്ചും തന്നെ ഇഷ്ടപ്പെടുത്താൻ കഴിയുമെന്നാണ് അവൾ വിശ്വസിക്കുന്നത്. അവളുടെ ഉദ്ദേശം അറിയാവുന്ന കൊണ്ട് തന്നെ സീഷൻ ദേവതയുമായി ഷെങ്ഹാങ്ങിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ചക്രവർത്തിയാണ്. അവൻ നീയുമായി ഇഷ്ടത്തിലായാൽ അത് ഒരിക്കലും നല്ല രീതിയിൽ അവസാനിക്കുകയില്ല എന്ന് അദ്ദേഹം മകൾക്ക് താക്കീത് നൽകുന്നു. ഓർക്കിഡ് എന്തിനാണ് എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് ഇത്ര വാശി പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ചെടി വളർത്താൻ ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ മൂൺ സുപ്രീം ഷെങ്ഷയോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഡാലിയൻ ആർബിറ്റർ ഹാളിന് മുന്നിലെത്തി കാളിംഗ് ബെൽ അടിക്കുന്നത്. ഷെങ്ഷ വേഗം അപ്രത്യക്ഷനാകുന്നുണ്ട്. അവൻ പക്ഷെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഓർക്കിഡിനെ പുറത്തേക്ക് കാണാത്തതിനാൽ ഡാലിയൻ അകത്തേക്ക് കയറുന്നു. അപ്പോഴേക്കും ബെല്ല് കെട്ട് ഓടിയെത്തി ഓർക്കിഡ് അവനോട് പോയി ഒളിക്കാൻ ആവശ്യപ്പെടുന്നു. മസിൽ പിടിച്ചു നിന്നെങ്കിലും ഡാലിയൻ അകത്തെത്തിയപ്പോഴേക്കും അവൻ മറയുന്നു. എൻ്റെ ഡെസ്റ്റിനി ബുക്ക് എനിക്കൊന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഡാലിയൻ എത്തിയത്. സീനിയർ ഇമ്മോർട്ടൽസിന്റെ അനുവാദമില്ലാതെ ബുക്ക് തരാൻ എനിക്ക് കഴിയില്ല എന്ന് ഓർക്കിഡ് പറഞ്ഞപ്പോൾ, ഡാലിയൻ ശക്തി ഉപയോഗിച്ച് ഉപദ്രവിക്കും എന്നവളെ ഭീഷണിപ്പെടുത്തുന്നു. ഓർക്കിഡിനെ പേടിപ്പിക്കാനായി ഡെസ്റ്റിനി ബുക്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന മരത്തിലേക്ക് അവളെ ശക്തി പ്രയോഗിക്കുന്നുണ്ട്. ആ സമയത്ത് മരത്തിൽ ഹോള് പോലെ തിളങ്ങുന്ന ഒരു ഭാഗം കാണാൻ കഴിയുന്നു. അതിനുള്ളിലേക്ക് നോക്കിയ ഡാലിയൻ ദേവന്മാരുടെ വേഷത്തിലും മനുഷ്യരുടെ വേഷത്തിലും വിവാഹം കഴിക്കുന്ന ഷെങ്ഹാങ്ങിനെയും ഓർക്കിഡിനെയും കാണുന്നു. അവളും 2 സ്ഥലങ്ങളിലുമുണ്ട്. പക്ഷെ വധുവിന്റെ സ്ഥാനത്ത് ഓർക്കിഡാണ്. താഴെ വീണ ബുക്കുകൾ പ്രകടിക്കുകയായിരുന്ന ഓർക്കിഡിനോട് ഈ ഹോൾ എന്താണെന്ന് അവൾ ചോദിക്കുന്നു. എൻ്റെ മാസ്റ്റർ നിർമ്മിച്ച ഭാവി പ്രവചിക്കാൻ കഴിവുള്ള ടൈൻജി മിററാണതെന്നും അതിൽ കാണുന്നതെല്ലാം യഥാർത്ഥത്തിൽ സംഭവിക്കുമെന്നും ഓർക്കിഡ് അവളെ അറിയിക്കുന്നു. നീ എന്നോട് കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് ഡാലിയൻ അവളെ ദേഷ്യത്തിൽ തള്ളി താഴിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്തിനാണ് അവൾ ദേഷ്യപ്പെടുന്നതെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് ഓർക്കിഡ് നിന്ന് കരയാൻ തുടങ്ങുന്നു. ആ സമയത്ത് അവിടെ മടങ്ങിയെത്തിയ മൂൺ സുപ്രീം ഓർക്കിഡിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട്, നിന്നെ പേടിപ്പിച്ച സ്ഥിതിക്ക് അവളെ കൊന്നുകളയാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നു. നിനക്ക് കൊല്ലുന്നതും യുദ്ധം ചെയ്യുന്നതും മാത്രമേ പറയാനുള്ളൂ എന്ന് ചോദിച്ച് ഓർക്കിഡ് വേഗം അവനെ പിടിച്ചു നിർത്തുന്നു. നീ ഹാപ്പിയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവൻ മടങ്ങുന്നു. ഇമ്മോർട്ടൽ എക്സാമിന്റെ ദിവസമായിരിക്കുന്നു. ഓർക്കിഡ് എക്സാമിന് വരുന്ന കണ്ടപ്പോൾ യൂലിമും സംഘവും അവളെ പരിഹസിക്കുന്നു. വെറുതെ എണ്ണം തികയ്ക്കാമെന്നല്ലാതെ അവൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്നവർ പറയുന്നു. ആ സമയത്ത് ഡാലിയൻ അവിടേക്ക് എത്തിയപ്പോൾ അവൾ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നതെന്ന് കുറച്ച് ദേവതമാർ പറഞ്ഞെങ്കിലും യൂലിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. മത്സരം കഴിയുന്നതിന് മുമ്പ് അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് അവൾ എതിർക്കുന്നു. ചക്രവർത്തിയും ഷെങ്ഹാങ്ങും മറ്റുള്ള ദേവന്മാരും ഒരുമിച്ചാണ് എത്തിയത്. റോവിനെയും മത്സരം കാണാൻ ഷെങ്ഹാങ് ക്ഷണിച്ചിരുന്നെങ്കിലും അവൻ കുറച്ച് ലേറ്റായാണ് വന്നത്. മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ദേവതമാരുടെ കൂട്ടത്തിൽ ഷെങ്ഹാങ്ങിന്റെ മനസ്സ് കവർന്ന സുന്ദരിയുമുണ്ടോ എന്ന് റോം കളിയായി ചോദിക്കുന്ന ചക്രവർത്തി ശ്രദ്ധിക്കുന്നുണ്ട്. 500 വർഷങ്ങൾക്ക് മുമ്പ് ഓർക്കിഡ് മുത്തുള്ള സുന്ദര നിമിഷങ്ങൾ അപ്പോൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അന്ന് മാജിക്കൽ ഫയർഫ്ലൈ സ്റ്റോണിനെ കുറിച്ച് അവൻ അവളോട് പറഞ്ഞിരുന്നു.
ഓർക്കിഡ് അത് വേണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അത് ലഭിക്കുന്നത് വളരെ ദൂരെയുള്ള തണുപ്പുള്ള ഒരു പ്രദേശത്തായതുകൊണ്ട് ഒരിക്കലും എനിക്ക് അവിടെ പോയി അത് സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് അവൾ പറഞ്ഞിരുന്നു. നിനക്ക് വേണ്ടി ഞാനിത് കൊണ്ടുതരാമെന്ന് അന്നവൻ അവളോട് പറഞ്ഞിരുന്നു. ഓർക്കിഡിന് പക്ഷെ ആ സംഭവമൊന്നും ഓർമ്മയില്ല. അവൾക്ക് നൽകാൻ വേണ്ടി തന്നെയാണ് ഉപേക്ഷിച്ച നിലയിൽ അവൻ അത് കാട്ടിൽ കളഞ്ഞത്. ഷെങ്ഹാങ്ങിന്റെ മുഖഭാഗം കണ്ടപ്പോൾ അവൻ ഇഷ്ടപ്പെടുന്ന ആൾ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് റോങ്ങിന് ഉറപ്പാകുന്നു. പക്ഷെ അവൻ വീട്ടിൽ ചോദിച്ചപ്പോഴും ഉണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ പിടിച്ച് പുറത്താക്കുമെന്നാണ് ഷെങ്ഹാങ് പറഞ്ഞത്. മത്സരത്തിന്റെ നിയമങ്ങളെക്കുറിച്ച് ഒരു സീനിയർ ഇമ്മോർട്ടൽ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും ഓരോ ഡെമോൺ പിൽസ് വീതം വിതരണം ചെയ്യും. അതുപയോഗിച്ച് വൈകുന്നേരത്തിന് മുമ്പ് കാട്ടിലുള്ള ഒരു ഭൂതത്തെങ്കിലും കീഴടക്കി കൊണ്ടുവരുന്നവർ വിജയിക്കും. ഡെമോൺ പിൽസ് എല്ലാവർക്കും വിതരണം ചെയ്തത് ഷെങ്ഹാങ് ആണ്. ഓർക്കിഡിന് മരുന്ന് നൽകിയ ശേഷം സൂക്ഷിച്ചു പോകണം എന്നവൻ പറയുന്നുണ്ട്. ആകെ 48 പേരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കാട്ടിലാകെ 9 ഭൂതങ്ങളേ ഉള്ളൂ. മത്സരാർത്ഥികൾക്ക് ഏതു വിധത്തിൽ വേണമെങ്കിലും ഭൂതങ്ങളെ കീഴടക്കാം. ആരാണ് ആദ്യം എത്തുന്നത് എന്നത് മാത്രമേ വിജയെ നിശ്ചയിക്കുന്നുള്ള മാനദണ്ഡമാവുകയുള്ളൂ എന്ന് സീനിയർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കാട്ടിൽ കയറാൻ തയ്യാറായി ആദ്യം മുന്നോട്ട് വരുന്നത് ആരാണെന്ന് അവർ ചോദിച്ചപ്പോൾ ഡാലിയൻ മുന്നോട്ട് വരാൻ തയ്യാറായെങ്കിലും അവൾക്ക് മുന്നിലേക്ക് കയറുന്നതിന് മുമ്പേ ആരോ പൊക്കിയെടുത്തെറിഞ്ഞതുപോലെ ഓർക്കിഡ് മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവൾ ആകെ അന്തം പെടുന്നു. നമ്മുടെ മൂൺ സുപ്രീമും ഷെങ്ഷയും അവിടെ അദൃശ്യരായി നിൽക്കുന്നുണ്ടായിരുന്നു. മൂൺ സുപ്രീമാണ് ഓർക്കിഡിനെ തള്ളി മുന്നിലേക്ക് വിട്ടത്. അങ്ങ് ശരിക്കും അവളെ സഹായിക്കാൻ പോവുകയാണോ? 3 ലോകങ്ങളുടെ അധിപനായ താങ്കൾ വെറും ഒരു ദേവതയെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഷെങ്ഷെ ചോദിക്കുന്നുണ്ടെങ്കിലും അവനതൊന്നും കാര്യമായി എടുക്കുന്നില്ല. ഭൂതങ്ങളുള്ള ഷുയു ഫോറസ്റ്റിന് മുന്നിൽ ദേവന്മാർ എത്തിയിരിക്കുന്നു. ചക്രവർത്തിക്കും മറ്റ് ദേവന്മാർക്കും ദേവതമാരെ നിരീക്ഷിക്കാൻ വേണ്ടി നമ്മുടെ CCTV പോലെ ഒരു മിറർ അവർക്ക് മുന്നിലുണ്ട്. അതിലൂടെ കാട്ടിൽ നടക്കുന്നത് അവർക്ക് ലൈവായി കാണാം. കാടിനുള്ളിൽ നിന്നും ഭൂതങ്ങളുടെ അലർച്ച കേൾക്കുന്നതിനാൽ ഓർക്കിഡ് ഉൾപ്പെടെയുള്ള ദേവതമാരെല്ലാം പേടിച്ചാണ് നിൽക്കുന്നത്. നല്ല പേടിയുണ്ടെങ്കിലും ആദ്യം കയറേണ്ടത് അവളായിരുന്നതിനാൽ ഓർക്കിഡ് കാട്ടിനുള്ളിലേക്ക് കയറുന്നു. അവൾക്ക് മുന്നിൽ മൂൺ സുപ്രീം അദൃശ്യനായി നിൽപ്പുണ്ട്. അവൻ്റെ തൊട്ടു മുൻപിൽ വരെ അവൾ എത്തുന്നുണ്ട്. അവളുടെ പേടിച്ച മുഖഭാവം കണ്ടപ്പോൾ ഇത്ര എളുപ്പത്തിൽ പേടിക്കുന്ന ഇവൾക്ക് അങ്ങേ എന്താണ് ഒട്ടും പേടിയില്ലാത്തത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഷെങ്ഷ അവനോട് പറയുന്നു. ഓർക്കിഡിനെ സഹായിക്കാനായി കാട്ടിലുള്ള 9 ഭൂതങ്ങളെയും ഒറ്റയടിക്ക് പിടിച്ചുകൊണ്ട് വരട്ടെ എന്ന് ഷെങ്ഷ ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും സംശയമുണ്ടാകും. അതുകൊണ്ട് കൂട്ടത്തിലേക്ക് ഏറ്റവും ദുർബലമായ ഭൂതത്തെ മാത്രം പിടിച്ചുകൊണ്ട് വരാൻ അവൻ പറയുന്നു. ഷെങ്ഷ ഏറ്റവും കുഞ്ഞു ഭൂതത്തെ പിടിച്ചുകൊണ്ടുവന്ന് ഓർക്കിഡ് വരുന്ന വഴിയിൽ വെക്കുന്നു. പക്ഷേ അതിൻ്റെ അടുത്തുകൂടി പാസ് ചെയ്തിട്ട് പോലും അവൾ അതിനെ കാണുന്നില്ല. ഷെങ്ഷ വീണ്ടും അതിനെ പൊക്കിയെടുത്ത് അവൾക്ക് കാണാവുന്ന വിധത്തിൽ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നു. ഇത്തവണ എന്തായാലും ഓർക്കിഡ് അതിനെ കാണുന്നുണ്ട്. പക്ഷേ അവൾ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോഴേക്കും അത് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങയുടെ സാന്നിധ്യം മനസ്സിലായത് കൊണ്ടായിരിക്കണം അത് ഓടിപ്പോയത് എന്ന് ഷെങ്ഷ മൂൺ സുപ്രീമിനോട് പറയുന്നതിനാൽ നമുക്ക് കുറച്ചു നേരം അകലം ഭരിക്കാം എന്നവൻ പറയുന്നു. ശക്തി കൊണ്ട് ഓർക്കിഡ് ദുർബലമാണെങ്കിൽ അവൾക്ക് ബുദ്ധിപൂർവ്വം ഭൂതത്തെ മെരുക്കാൻ അതിനൊരു പ്രിയപ്പെട്ട പ്രത്യേകതരം പുല്ല് കയ്യിൽ കരുതിയിരുന്നു. അവൾ അത് നൽകി അതിനെ അനുനയിപ്പിക്കുന്നു. അതിന്റെ ശ്രദ്ധ മാറുന്ന സമയത്ത് അതിനെ ആവാഹിക്കാനായി ഡിമോൺ പിൽ പുറത്തെടുക്കുന്നു. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദേവന്മാർ അവൾ ബുദ്ധിമതിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് മാത്രമല്ല ഭൂതങ്ങൾക്ക് സ്നേഹവും കാരുണ്യവും ഉള്ളവരെ തിരിച്ചറിയാൻ പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അവളോട് അടുപ്പം കാണിക്കുന്നതെന്ന് ഷെങ്ഹാങ് അഭിപ്രായം പറയുന്നു. അവന്റെ ആ കമന്റ് കേട്ടപ്പോൾ അവൻ ഇഷ്ടപ്പെടുന്ന ഓർക്കിഡിനെയാണെന്ന സംശയം റോങ്ങിന് തോന്നുന്നുണ്ട്. ഓർക്കിഡ് അതിനെ പില്ലിലേക്ക് ആവാഹിക്കാൻ തുടങ്ങിയപ്പോൾ ഡാലിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ദേവതന്മാർ അവിടേക്ക് വന്ന് അവളെ തടയുന്നു. അതിനെ എനിക്ക് വേണമെന്ന് ഡാലിയൻ പറഞ്ഞപ്പോൾ നിനക്ക് നല്ല ശക്തിയുള്ള കൂട്ടത്തിലല്ലേ, വേറെ ഭൂതങ്ങളെ പിടിക്കാവുന്നതല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് ഇതിനെ തന്നെ വേണമെന്ന് പറയുന്നത്? ഞാനല്ലേ ഇതിനെ ആദ്യം കണ്ടത് എന്ന് ഓർക്കിഡ് ചോദിക്കുന്നു. ആദ്യം കാണുന്നവർ മാത്രമേ അതിനെ പിടിക്കാവൂ എന്നൊന്നും മത്സരത്തിൽ നിയമമില്ലല്ലോ. എനിക്കിതിനെ വേണ്ടിയിട്ടല്ല, പക്ഷെ നീ എന്തായാലും ഇതിനെ പിടിക്കേണ്ടത് ഡാലിയൻ പറയുന്നു. അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു എന്ന് ഷെങ്ഹാങ് പറഞ്ഞെങ്കിലും അത് മത്സര നിയമത്തിനെതിരല്ല. ഫൈറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് മറ്റുള്ളവർ പറയുന്നു. നമുക്കിടയിൽ ശത്രുത ഒന്നും ഉള്ളതായി എനിക്ക് അറിവില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നതെന്ന് ഓർക്കിഡ് ഡാലിയനോട് ചോദിക്കുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷെ നീ മത്സരത്തിൽ പങ്കെടുക്കണ്ട, നീ ഇപ്പോൾ തന്നെ പിന്മാറണം, ഇനി ഒരിക്കലും മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് അവൾ പറയുന്നു. എല്ലാവരും കൂടി അവളെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ മത്സരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഓർക്കിഡ് തർപ്പിച്ച് പറഞ്ഞപ്പോൾ ഡാലിയൻ തന്റെ ശക്തി അവൾക്ക് നേരെ പ്രയോഗിക്കുന്നു. ഓർക്കിഡ് മുഖം മറച്ചതേ ഉള്ളുവെങ്കിലും ഡാലിയൻ തിരിച്ച് പ്രഹരമേറ്റ് വീഴാൻ തുടങ്ങുന്നു. ബാക്കിയുള്ളവരോട് ഒരുമിച്ച് ശക്തി പ്രയോഗിക്കാൻ അവൾ പറയുന്നു. എല്ലാവരും കൂടി ഓർക്കിഡിന് നേരെ ശക്തി പ്രയോഗിച്ചെങ്കിലും തിരിച്ച് അവളുടെ ശക്തിയിൽ അവരെല്ലാവരും കൂടി തെറിച്ചു വീഴുന്നു. ഓർക്കിഡ് പോലും അമ്പരക്കുന്നുണ്ട്. അവൾക്ക് പുറകിൽ അദൃശ്യനായി നിന്നിരുന്ന മൂൺ സുപ്രീം ആയിരുന്നു അവളുടെ കൈകളിലേക്ക് ശക്തി പകർന്ന് അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. അത്ര നേരം ഓർക്കിഡിന് പുറകിൽ ഒളിച്ചു നിൽക്കുന്ന കുട്ടിഭൂതവും ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമെന്ന് ഡാലിയാനെയും സംഘത്തെയും പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതോടെ ഡാലിയാനും സംഘവും തൽക്കാലം ഓടന്ന് പോകുന്നു. എനിക്കങ്ങനെ ഇത്ര ശക്തി കിട്ടിയെന്ന് അത്ഭുതപ്പെട്ട് ഓർക്കിഡ് സ്വന്തം കയ്യിലേക്ക് നോക്കുന്നുണ്ട്. കുട്ടിഭൂതം അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണിരുന്ന ഡെമോൺ പിൽ എടുത്ത് അവൾക്ക് തിരികെ കൊണ്ടുകൊടുക്കുന്നു. ആ സമയത്ത് ദിയെ ഈവിൾ സ്പിരിറ്റുമായി അവിടെ എത്തുന്നു. മൂൺ സുപ്രീമിനെ ഈവിൾ സ്പിരിറ്റിന്റെ സാന്നിധ്യം കിട്ടുന്നതിനാൽ ഓർക്കിഡിനെ നോക്കാൻ ഷെങ്ഷയെ ഏൽപ്പിച്ചിട്ട് അവൻ അതിനെ അന്വേഷിച്ച് അവിടെ നിന്ന് പോകുന്നു. ദിയെ തന്റെ ശക്തി ഉപയോഗിച്ച് ദേവന്മാർ ലൈവായി കണ്ടുവരുന്ന ഷോ കുറച്ച് സമയം മറച്ച ശേഷം ഈവിൾ സ്പിരിറ്റിന്റെ ഓർക്കിഡിന്റെ മുന്നിലിരുന്ന കുട്ടിഭൂതത്തിന്റെ ശരീരത്തിലേക്ക് കയറ്റുന്നു. അതോടെ അതുവരെ ക്യൂട്ടായി നിന്നിരുന്ന കുട്ടിഭൂതം കണ്ണൊക്കെ ചുവന്ന് അവളെ ആക്രമിക്കാനായി ഒരുങ്ങുന്നു. അതിന്റെ മാറ്റം മനസ്സിലാക്കി ഓർക്കിഡ് വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നുണ്ട്. അവളുടെ പുറകെ ചെന്ന കുട്ടിഭൂതം രൂപം മാറി ഭീമാകാരമായ രൂപത്തിലേക്ക് മാറുന്നു. ഓർക്കിഡ് നിലവിളിച്ചുകൊണ്ട് ഓട്ടം തുടങ്ങുന്നു.
ഷെങ്ഹാങ് അതുകൊണ്ട് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയെങ്കിലും റോങ് അവനെ തടയുന്നു. ചക്രവർത്തിയെ പേടിച്ച് ഷെങ്ഹാങ് സ്വയം നിയന്ത്രിക്കുന്നുണ്ട്. ഓർക്കിഡിന് പുറകെ ഓടിയെത്തിയ ഭൂതത്തെ ഷെങ്ഷെ ചാടി വീണ് ആക്രമിക്കുന്നതിനാൽ അത് അവിടെ നിന്ന് തിരിഞ്ഞോടി മറ്റ് ദേവതമാർക്ക് അരികിലേക്ക് ചെല്ലുന്നു. ഡാലിയനെതിരെ തടയാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് സാധിക്കുന്നില്ല. അത് അവളെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഓർക്കിഡ് എവിടെ നിന്ന് ചാടി വീണ് അവളെ രക്ഷിക്കുന്നു. ശത്രുവായി കണ്ട ഓർക്കിഡ് തന്നെ സഹായിച്ചത് അമ്പരപ്പോടെയാണ് ഡാലിയൻ കണ്ടത്. അവർ രണ്ടുപേരും കൂടി അതിനെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്നു. പേടിച്ചു വിറച്ച് അവിടെയും ഇവിടെയുമായിരുന്ന ദേവതമാരെയും ഡാലിയൻ സഹായത്തിന് വിളിക്കുന്നു. എല്ലാവരും കൂടി അതിന് നേരെ ശക്തി പ്രയോഗിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്തായിരുന്ന യൂലിനോട് ഒരു ദേവത ഓടിച്ചെന്ന് വിവരം പറഞ്ഞ് അവരെ സഹായിക്കാൻ പോകാമെന്ന് പറഞ്ഞെങ്കിലും ഈ അവസരം നമ്മൾ മുതലെടുക്കുകയാണ് വേണ്ടത്. അവർ കൊല്ലപ്പെട്ടാൽ അത്രയും എതിരാളികൾ കുറയും എന്ന് പറഞ്ഞ് യൂലിൻ അവളെ തടയുന്നു. ഇതിനിടയിൽ ഓർക്കിഡും സംഘവും തെറിച്ചു വീണിരുന്നു. അടുത്ത് കണ്ട ഒരു മരത്തിലേക്ക് എല്ലാവരും കൂടി ഓടിച്ചെന്ന് കയറുന്നുണ്ട്. ഭൂതത്തിന് വലിപ്പം കാരണം അതിനുള്ളിലേക്ക് കയറാൻ കഴിയുന്നില്ലെങ്കിലും അവരെ അതിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇനിയും ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ നമ്മളെല്ലാവരും മരിക്കുകയുള്ളൂ. ഒരു ഡെമൺ പില്ല് ഉപയോഗിച്ച് ഇതിനെ കീഴടക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരുടെയും ഡെമൺ പില്ല് ഒരുമിച്ച് ചേർത്ത് നമുക്കതിനെ കീഴടക്കാൻ ശ്രമിക്കാം. ഞാൻ എങ്ങനെയെങ്കിലും ഇതിന് ശ്രദ്ധ മാറ്റാം. ആ സമയത്ത് നിങ്ങൾ ദേവലോകത്തേക്ക് പോയി ചക്രവർത്തിയെ വിവരം അറിയിക്കണമെന്ന് ഓർക്കിഡ് അവരോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ ഡീമൺ പില്ല് അവൾക്ക് നൽകുന്നു. ഡാലിയന്റെ കയ്യിൽ മുറിവേറ്റിരുന്നതിനാൽ രക്തം പുരണ്ട ഒരു തുണി ഓർക്കിഡ് പുറത്തേക്കെറിഞ്ഞ് ഭൂതത്തിന്റെ ശ്രദ്ധ തിരിക്കുന്നു. അത് മുന്നിൽ നിന്ന് മാറിയ സമയത്ത് അവൾ പുറത്തിറങ്ങി കയ്യിൽ ഒരു മുറിവുണ്ടാക്കി വീണ്ടും അതിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നു. ഓർക്കിഡിന്റെ കയ്യിൽ മുറിവുണ്ടായ സമയത്ത് തന്നെ മൂൺ സുപ്രീമിന്റെ കയ്യിലും മുറിവുണ്ടാക്കുന്നു. അവളെന്തോ അപകടത്തിലാണെന്ന് അവൻ മനസ്സിലാക്കുന്നതിനാൽ വേഗം തന്നെ അവളെ അന്വേഷിച്ചു പോകുന്നു. ഈ സമയം മരപ്പത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയ ഡാലിയൻ സംഘവും ദേവലോകത്തെത്തി വിവരം അറിയിക്കുന്നു. ഓർക്കിഡ് അപകടത്തിലാണെന്ന് അറിഞ്ഞതും ഷെങ്ഹാങ് മറ്റൊന്നും നോക്കാതെ വേഗം പുറപ്പെടുന്നു. ഡാലിയന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള മറ്റ് സീനിയർ ദേവന്മാരും അവന്റെ കൂടെ പോകുന്നു. അവർ കാട്ടിലെത്തി ഓർക്കിഡിനെ തിരയാൻ ആരംഭിക്കുന്നു.